ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രമോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിന്നി പുറത്തു നിന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സീൻ. അതായിരുന്നു ഇപ്പോൾ ലൈവിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അനീഷിനും ഷാനവാസിനും ജയിലിൽ ഒരു ഉഴുന്നും അരിയും അരയ്ക്കുന്ന ടാസ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് അനീഷ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷാനവാസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ഷാനവാസ് രണ്ടുപേരും ഒരുമിച്ച് വേണം ചെയ്യാനെന്ന്. അപ്പോൾ ബിന്നി വന്ന് അവരെ ചൊറിയുകയാണ്, രണ്ടുപേരോടും കൂടെ പറഞ്ഞതല്ലേ നിങ്ങൾ എന്താ ചെയ്യാത്തത്, ഒരാൾ മാത്രമല്ല രണ്ടുപേരും ചെയ്യണമെന്ന്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അനീഷിന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അപ്പോൾ ബിന്നി പറയുന്നു, ഇപ്പം മനസ്സിലായില്ലേ ക്യാപ്റ്റൻ്റെ വില എന്താണെന്ന്? നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ക്യാപ്റ്റൻ ചീഞ്ഞ് നാറുവാണെന്നും ക്യാപ്റ്റൻ നല്ലതാണെന്നും നിങ്ങൾ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അതിനെ എതിർക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം, നീ ആരാടി ഇതൊക്കെ ചോദിക്കാമെന്ന്. ബിന്നിയെ ഓടിക്കാൻ വേണ്ടി ഷാനവാസ് അന്നേരം ആ മാവ് കുഴച്ചുകൊണ്ടിരുന്ന ആ സ്പൂൺ എടുത്ത് തട്ടി ആ മാവെല്ലാം ബിന്നിയുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യത്തിൽ ബിന്നി, എന്നാൽ നീ അവിടെ തന്നെ കട, ഞാൻ ജയിലിൽ തുറക്കത്തില്ല, നീ ഒന്നും ടോയ്ലറ്റിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഷാനവാസ് ബിന്നിയെ കുറേ പറയുന്നുണ്ട്. വീട്ടുകാരെ പറയുന്നതാണ് ഷാനവാസിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം ഇതിനകത്ത്. ഷാനവാസ് എന്തൊക്കെയോ വീട്ടുകാരെ പറയുന്നുണ്ട്, അവളുടെ ഹസ്ബൻഡിനെ പറയുന്നുണ്ട്. അത് ഫുൾ ബീപ്പിട്ടാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കറക്റ്റായിട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിലും എന്തൊക്കെയോ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നിയും തിരിച്ച് പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യയെ പറയുന്നൊന്നും ഞങ്ങളുടെ അടുത്ത് ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് വളരെ സൈലൻ്റായിട്ടാണ് അനീഷ് ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ലക്ഷ്മി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. എന്തിനാണ് ലക്ഷ്മി ഇതിനകത്ത് ഇടപെട്ടതെന്ന് മനസ്സിലാവുന്നില്ല. ബിന്നിയും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് ചീത്ത പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരുന്ന സമയത്ത് ലക്ഷ്മി വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ക്യാപ്റ്റനോട് മാപ്പ് പറയണം, നീ ഇവളുടെ വീട്ടുകാരെ വിളിച്ചതിന് മാപ്പ് പറയണം എന്നൊക്കെ. ഷാനവാസ് പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല, നീ അത്ര നല്ലവളാണോ, നീ രണ്ട് പെമ്പിള്ളാരെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞവളല്ലേടി, നീ ഒരു തമ്പുരാട്ടി വന്നിരിക്കുന്നു, നീ നിൻ്റെ വീട്ടുകാരെ ആദ്യം പോയി നന്നാവ് എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി അവിടെ ഒരു കാര്യമില്ലാതെ ആ ഇതിനകത്തോട്ട് വന്ന് ഇടപെട്ടിട്ട് ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശരിക്കും ബിന്നിയാണ് ശരിക്കും പ്രശ്നക്കാരി. കാരണം ആ പുള്ളിക്കാരത്തെയാണ് ആദ്യം ഇത് ചൊറിഞ്ഞുകൊണ്ട് ചെന്നത്. അപ്പം ഒബ്വിയസ്ലി ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ദേഷ്യം വരും. എൻ്റെ ക്യാപ്റ്റൻസി നല്ലതാണെന്ന് പറ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ നല്ലതാണെന്ന് പറ, ക്യാപ്റ്റൻ്റെ പവർ കണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. കാരണം അവരുടെ ഒരു ആവശ്യമാണ് ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത്. അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് സാധിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ബിന്നിക്കാണ്. അതിൻ്റെ പേരിൽ ഡിമാൻഡ് വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ടോയ്ലറ്റ് തുറക്കില്ല എന്ന് പറയേണ്ട കാര്യമോ ബിന്നിക്കില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ഷാനവാസ് ചെയ്ത ഒരു മോശം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യിലിരിക്കുന്ന ഈ മാവുള്ള സ്പൂണും കൊണ്ട് ദേഹത്ത് തെറിപ്പിക്കുക, അതേപോലെ തന്നെ വീട്ടിലുള്ളവരെ പറയുക, വേണ്ടാത്ത ഭാഷയിൽ സംസാരിക്കുക. ഷാനവാസിൻ്റെ ഈ പ്രവൃത്തികൾ ഭയങ്കര മോശമായി തുടങ്ങിയിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലൊന്നും പെടാതെ ആ അനീഷ് അവിടെ നിൽപ്പുണ്ട്. ഇതിൽ എന്താ കാര്യമെന്ന് പോലും അറിയാതെ ഇതിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് ലക്ഷ്മി വന്നു. അതിനകത്തുനിന്ന് ഷാനവാസിൻ്റെ വായിൽ പുള്ളിക്കാരത്തെയും കുറച്ച് മേടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബിന്നിയും ഷാനവാസും ലക്ഷ്മി എല്ലാം കൂടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും.